ഈ മീറ്റിംഗിൽ നിന്ന് ശോഭന അങ്ങ് മാറ്റി നിർത്താം തൽക്കാലത്തേക്ക്. മറ്റേ പിന്നെ ആ സമ്മേളനം ഇല്ലേ, അതിൽ നിന്നും ശോഭനെ അങ്ങ് മാറ്റിർത്താം. ശോഭയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഇലക്ഷൻ നമുക്ക് ആലപ്പുഴയ്ക്ക് തട്ട ശോഭനെ. അത് ശരി, അത് നല്ലൊരു തീരുമാനമാണ്. ശോഭ അങ്ങോട്ടേക്കാവുമ്പോ അധികം ആരും ശ്രദ്ധിക്കത്തില്ല. ശോഭയുടെ ഉള്ള ശോഭ കൂടി അങ്ങ് കെട്ടോളും. സംസ്ഥാന നേതൃത്വം എന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുവാണ്. പാർട്ടിയിൽ നിന്ന് എനിക്ക് എപ്പോഴും അപമാനമാണ്. കണ്ണീരൊഴുക്കിയാണ് ഞാൻ എന്റെ ചുമതലകൾ നിർവഹിക്കുന്നത്. എടാ സുരേ, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ശോഭേനെ ഇങ്ങനെ കയറൂരി വിടുന്ന നമുക്കത്ര നല്ലതല്ല. ശരിയാണേട്ടാ, ഞാനും കുറച്ചായിട്ട് ഓർക്കുന്നു. പിടിവിട്ട് പോകുന്നുണ്ടല്ലേ. ഒതുക്കാവുന്നിടത്തോളൊക്കെ നമ്മൾ ഒതുക്കിക്കൊണ്ടിരുന്നതാ. അന്നൊക്കെ അത് സെറ്റായിരുന്നു. ഇപ്പൊ മെല്ലെ മെല്ലെ കൈവിട്ടു പോകുന്നുണ്ടോന്നൊരു സംശയം. സംശയമല്ലേട്ടാ, ഉള്ളതാ. മറ്റേ നമ്മുടെ എല്ലാ കൈപ്പടിയിലും ഒതുങ്ങിക്കൊണ്ടിരുന്നതാ നമ്മുടെ പാർട്ടി, നമ്മുടെ അണികളൊക്കെ. ഇപ്പൊ എല്ലാം പോയി, നമുക്ക് എവിടെയോ പാളിപ്പോയി. ഒഴിവാക്കി തന്നെത്താൻ ഒഴിവാവെന്ന് വിചാരിച്ച്, പക്ഷെ അതും ഉണ്ടായില്ല. ഒഴിവായില്ലെന്ന് മാത്രമല്ല, അതിനിടയ്ക്ക് നമുക്കിട്ട് പണിയും തന്നു. അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ലായിരുന്നല്ലോ. കിട്ടിയതിനൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പം ശരിക്കും കയ്യിന്ന് പോയ അവസ്ഥയാ. ആലപ്പുഴയിൽ എങ്ങാനും ഒതുങ്ങുമെന്ന് വിചാരിച്ചിട്ടാ അങ്ങോട്ട് വിട്ടെ. പക്ഷെ ഇത് കനലിൽ മണ്ണെണ്ണ ഒഴിച്ച പോലെ ആളി കത്തുവല്ലേ ചെയ്തേ. ആലപ്പുഴ ഇത്രയ്ക്ക് അങ്ങ് ഇളക്കി മറിക്കും ഓർത്തില്ലല്ലോ. LBF-ലെ സ്ത്രീകളൊക്കെ കൂടെ ഇളകിയല്ലേ ഇങ്ങ് പോകുന്നത്. അത് മാത്രോ, ഇപ്പൊ പത്തനംതിട്ടയും കൈക്കുള്ളിലാക്കിയില്ലേ. നമ്മുടെ പണികളൊന്നും അങ്ങ് ഏൽക്കുന്നില്ല അല്ലേ സുരേ? ഏക്കാത്ത മാത്രാണോ ഏട്ടാ, ഉള്ള ഇരിപ്പിടം കൂടെ പോകുന്ന അവസ്ഥയായി. ഇതിപ്പോ വാരണാസിയിലേക്കുള്ള ക്ഷണം കൂടി ആയപ്പോ ആള് വേറെ ലെവലായി. മോദിയുടെ അടുത്ത ആളായെന്ന് ചുരുക്കം. അതാണ് എനിക്ക് വിഷമം. സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രസക്തി ഇല്ലാതാക്കി കളഞ്ഞില്ലേ. ഇത്ര നാളുണ്ടായിരുന്ന വിലയൊക്കെ ഒറ്റയടിക്ക് അങ്ങ് തകർത്ത് കളഞ്ഞു. മാത്രോ, നമ്മളെ താറടിച്ചോണ്ടിരുന്ന, നമ്മുടെ അത്ര ഒന്നും വിലയില്ലാണ്ടിരുന്ന ശോഭ പെട്ടെന്നൊരു ദിവസം പ്രധാനമന്ത്രിയുടെ അടുത്ത ആളാവാന്ന് പറഞ്ഞാ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? എന്തൊരു അവസ്ഥയാണോ. നമ്മളെ സേഫ് ആക്കി വെച്ച് പണിത് ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല. ഒക്കത്തിരുന്ന കേന്ദ്രമന്ത്രി സ്ഥാനം പോകുന്ന തോന്നുന്നെ. പറഞ്ഞു നിങ്ങളിങ്ങനെ ടെൻഷൻ ആക്കല്ലേട്ടാ. അല്ല, ആറ്റിങ്കിലും നിങ്ങൾ സേഫ് അല്ലേ? ഒന്ന് പോയ സുരേ അവിടുന്ന്. ആര് ജയിക്കാൻ പോണ്? അതും ഇല്ലേ. നീ ഇപ്പൊ നമ്മൾ എന്നാ ചെയ്യും?